ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷനിൽ വരുന്ന പുതിയ കുറച്ച് അപ്ഡേറ്റ്സുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കുറച്ചു പേർക്കെല്ലാം ഈ അപ്ഡേറ്റ്സ് എല്ലാം കിട്ടിക്കാണും. എന്നാൽ കിട്ടാത്തവർക്ക് അടുത്ത കുറച്ച് ആഴ്ചകളിൽ ഈ അപ്ഡേറ്റ്സ് എല്ലാം ലഭിക്കുന്നതാണ്. നേരത്തെ ഒരുപാട് ഫീച്ചേഴ്സ് യൂട്യൂബ് സ്റ്റുഡിയോയിൽ സിസ്റ്റം യൂസ് ചെയ്ത് ലോഗിൻ ചെയ്തവർക്ക് മാത്രമായി ലഭിച്ചിരുന്നു. അതുപോലെ നമുക്ക് ആ ഫീച്ചേഴ്സ് എല്ലാം കാണണമെങ്കിൽ മൊബൈലിലാണെങ്കിൽ നിങ്ങൾ ക്രോം ബ്രൗസർ യൂസ് ചെയ്ത് ഡെസ്ക്ടോപ്പ് സൈറ്റിലെല്ലാം പോയാലാണ് ലഭിച്ചിരുന്നത്. എന്നാൽ യൂട്യൂബ് ഇപ്പോൾ ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഇത് YT സ്റ്റുഡിയോ ആപ്പിൽ തന്നെ ലഭിക്കത്തക്ക രീതിയിൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ എക്സൈറ്റിംഗ് ആയ ഒരു കാര്യം, YT സ്റ്റുഡിയോ ആപ്പിൽ റിസർച്ച് ടാബ് വരാൻ പോകുകയാണ്. ഒരുപാട് യൂസ്ഫുൾ ആയ ഒരു ഫീച്ചറാണിത്. ഇനി നമുക്ക് YT സ്റ്റുഡിയോ ആപ്പ് യൂസ് ചെയ്ത് തന്നെ റിസർച്ച് ടൂൾ യൂസ് ചെയ്ത് വീഡിയോ എല്ലാം സെർച്ച് ചെയ്ത് കണ്ടന്റ് ഗ്യാപ്പ് എല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനാൽ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോയുടെ ഡിമാൻഡ് ഇത് നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചാനൽ ഗ്രോത്തിന് ഏറെ സഹായകമായ ഒരു ഫീച്ചറാണിത്. YT സ്റ്റുഡിയോ ആപ്പിൽ അനലറ്റിക്സ് എന്നതിൽ ടോപ്പ് മെനുവിലാണ് നമുക്ക് ഈ ഫീച്ചർ കാണാൻ സാധിക്കുക. നമ്മുടെ ഓഡിയൻസ് കഴിഞ്ഞ 28 ദിവസം എന്ത് ടോപ്പിക്കാണ് കൂടുതൽ കണ്ടത് എന്നും അതുപോലെ നമ്മൾ സേവ് ചെയ്തു വച്ചിരിക്കുന്ന സെർച്ച് ടോപ്പിക്സുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് എല്ലാം വരുമ്പോൾ ഇതെല്ലാം നമുക്ക് റിസർച്ച് ടൂൾ വഴി കാണാൻ സാധിക്കും. കണ്ടന്റ് ഗ്യാപ്പ് എല്ലാം മനസ്സിലാക്കി വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വീഡിയോക്ക് ഹൈ ഡിമാൻഡ് എല്ലാം കൊണ്ടുവരാൻ സഹായിക്കും. അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ടോപ്പിക്സ് ആണ് കണ്ടന്റ് ഗ്യാപ്പിൽ വരുന്നത് എന്ന് നോക്കാം. ഒന്നാമതായി നമ്മൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ യൂട്യൂബിൽ വേണ്ട ഇൻഫർമേഷൻ ലഭിക്കുന്നില്ല എങ്കിൽ ഇത് കണ്ടന്റ് ഗ്യാപ്പ് ആണ്. രണ്ടാമതായി വ്യൂവേഴ്സ് ഒരു ടോപ്പിക് സെർച്ച് ചെയ്യുമ്പോൾ ആ ടോപ്പിക്സിന് എക്സാക്ട് മാച്ചായ കണ്ടന്റ് ലഭിക്കുന്നില്ല എങ്കിൽ ഇതും കണ്ടന്റ് ഗ്യാപ്പ് ആണ്. മൂന്നാമത്തെ കണ്ടന്റ് ഗ്യാപ്പ് ഇത് ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം. നിങ്ങൾ യൂട്യൂബ് URL എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് സെർച്ച് ചെയ്യുന്നു എന്ന് കരുതുക. നിങ്ങൾക്ക് ഇവിടെ കുറേ റിസൾട്ട് എല്ലാം ലഭിക്കുന്നുണ്ട്. എന്നാൽ വീഡിയോയിൽ യൂട്യൂബ് URL ക്രിയേറ്റ് ചെയ്യുന്നതിന് നിർദ്ദേശിക്കുന്നത് പഴയ മെത്തേഡാണ്. അപ്പോൾ യൂട്യൂബ് URL ക്രിയേറ്റ് ചെയ്യുന്നതിന് പുതിയ മെത്തേഡ് വന്നിട്ടുണ്ട്. എന്നാൽ യൂട്യൂബിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പഴയ മെത്തേഡാണെങ്കിൽ ഇതും കണ്ടന്റ് ഗ്യാപ്പ് ആയിട്ടാണ് പരിഗണിക്കുക. അതുപോലെ നമ്മൾ സെർച്ച് ചെയ്ത് ലഭിക്കുന്ന വീഡിയോ ഇതിന് യൂട്യൂബ് നിർദ്ദേശിക്കുന്ന ക്വാളിറ്റി ഇല്ല എങ്കിൽ ഇതും കണ്ടന്റ് ഗ്യാപ്പ് വിഭാഗത്തിൽ വരും. അപ്പോൾ ഇനി നിങ്ങൾക്ക് കണ്ടന്റ് ഗ്യാപ്പ് ഫോക്കസ് ചെയ്ത് വീഡിയോസ് എല്ലാം ചെയ്ത് ചാനലിൽ കൂടുതൽ ഗ്രോത്ത് എല്ലാം നേടാൻ സാധിക്കും. ഈ ഫീച്ചേഴ്സ് എല്ലാം ലഭിക്കുന്നതിന് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പിന്റെ പുതിയ വേർഷൻ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. നേരത്തെ YT സ്റ്റുഡിയോ ആപ്പിൽ മോണിറ്റൈസ് എന്ന ഒരു ഫീച്ചർ യൂട്യൂബ് കൊണ്ടുവന്നിരുന്നു. അടുത്തതായി YT സ്റ്റുഡിയോ ആപ്പിൽ കൂടുതൽ മോണിറ്റൈസേഷൻ ഫീച്ചേഴ്സ് എല്ലാം ലഭ്യമാക്കും എന്നതാണ് യൂട്യൂബ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പിൽ ലഭിക്കുന്ന ഫീച്ചറാണ് കമന്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നത്. എനിക്കിത് വളരെ അത്യാവശ്യമായി തോന്നിയ ഒന്നാണ്. കാരണം ചില വ്യൂവേഴ്സ് അവർ ഇടുന്ന കമന്റ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ലാംഗ്വേജിൽ ആകണമെന്നില്ല. അതിനാൽ തന്നെ കമന്റ് ട്രാൻസ്ലേഷൻ ടൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ യൂട്യൂബിന്റെ ഡാഷ്ബോർഡിലും പുതിയ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് നോട്ടിഫിക്കേഷൻ അതുപോലെ ആക്ടിവിറ്റീസ് എല്ലാം കാണാൻ സാധിക്കും. പുതിയ സബ്സ്ക്രൈബേഴ്സിന്റെ ലിസ്റ്റും YT സ്റ്റുഡിയോ ആപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ യൂട്യൂബിൽ എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള ഇഷ്യൂസ് എല്ലാം ഉണ്ടെങ്കിൽ ഇതിന്റെ നോട്ടിഫിക്കേഷനും നമുക്ക് ലഭിക്കും. യൂസേഴ്സിന് ഉപകാരപ്രദമായ ഒരുപാട് നല്ല ഫീച്ചേഴ്സ് എല്ലാമാണ് YT സ്റ്റുഡിയോ ആപ്പിൽ വരാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും മിസ്സാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്